ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് കുറച്ച് മടിയന്മാരായ ചെറുപ്പക്കാരെന്ന് വേണമെങ്കിൽ പറയാം. മടിയം പറ്റുന്നതാണ് അവരുടെ ഗ്രൂപ്പ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാനുള്ള നിരവധി വീഡിയോ ഞങ്ങളുടെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളും ഞങ്ങൾ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധ്യമാണെന്ന് ചോദിക്കാം. ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയാം, ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഓഫീസിൽ നിരന്തരം വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട്. പലർക്കും കുറെ ആളുകൾക്ക് അത് രക്ഷപ്പെടാതെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ബിസിനസ്സിൽ നിന്ന് പുതിയ 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 അനുഭവങ്ങളായി പുതിയ പുതിയ മേഖലകളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് നേരിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നത്. നിരവധി ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ കുറെ ആളുകളുണ്ട്. അവരെല്ലാം ചെറിയ ചെറിയ ഞങ്ങളുടെ വീഡിയോകളെല്ലാം കണ്ടിട്ട് ചെറിയ ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങി നല്ല രീതിയിൽ തുടക്കത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. ഇന്ന് അതിന് മറ്റൊരു ഉദാഹരണ സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് കുറച്ച് മടിയന്മാരായ ചെറുപ്പക്കാരെന്ന് വേണമെങ്കിൽ പറയാം. മടിയം പറ്റുന്നതാണ് അവരുടെ ഗ്രൂപ്പിന്റെ പേര്. അവര് സാധാരണ ചെറിയ യൂട്യൂബ് വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോകൾ സ്ഥിരം കണ്ടുകൊണ്ട് ഇരുന്നപ്പോ അവര് ഇപ്പോ ഒരു ചെറിയ സംരംഭം തുടങ്ങി. അത് പിക്കിൾസ് ആണ് ആദ്യം തുടങ്ങിയത്. ആദ്യം ഈ ഞങ്ങൾ നിരന്തരം വീഡിയോ ഇട്ടതിന്റെ ഫലമായി കൊണ്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അവരാദ്യം പിക്കിൾസ് തുടങ്ങി. ആദ്യം മാംഗോ പിക്കിൾസ് ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് ഫിഷായി, മീറ്റായി, വെളുത്തുള്ളിയായി, ചെമ്മീനായി, ഇങ്ങനെ പല പല പിക്കിൾസ് മാത്രം കൊണ്ട് ഇപ്പൊ അവർക്ക് അത്യാവശ്യം വിദേശത്ത് നിന്ന് വരെ അവർക്ക് ഓർഡർ എൻക്വയറി വരുന്നുണ്ടെന്നാണ് അവർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് നിരന്തരം ഈ വീഡിയോ കണ്ടതിന്റെ ഫലമായി ഇവിടെ ഞങ്ങൾ വന്ന് കോണ്ടാക്ട് ചെയ്തു. ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങൾ കൊടുത്തു, ക്യാപ്പ് ഞങ്ങൾ കൊടുത്തു, അതിന്റെ സ്റ്റിക്കറിന്റെ ആർട്ട് വർക്ക് ഞങ്ങൾ കൊടുത്തു, ആ സ്റ്റിക്കർ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു, അത് സീൽ ചെയ്യാനുള്ള വാഡ് കൊടുത്തു, അതിന്റെ മെഷീൻ കൊടുത്തു, എവറിത്തിങ് ബാച്ച് നമ്പർ അടിക്കുന്ന സംഭവം എല്ലാം വരെ ഞങ്ങളാണ് കൊടുത്തത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് എങ്ങനെ സാധ്യമാവും എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒരു ഉദാഹരണം. ഇന്ന് പതുക്കെ പതുക്കെ അവരുടെ മേഖല വർദ്ധിച്ച് ഇപ്പൊ അവർ മെയിനായിട്ട് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇപ്പൊ അവരത് പിക്കിൾ ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ, ഒരു ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് തന്നെ അവരത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ മുതൽ മുടക്കി തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങൾ ഒരുപാട് അവസരങ്ങളുണ്ട്, നിരവധി അവസരങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോ നമുക്കൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും അത് നമുക്ക് ഡിസൈൻ ചെയ്യാനും അത് സ്റ്റിക്കർ അടിക്കാനും എല്ലാം ഇന്ന് സാധ്യതകളുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് വലിയ പ്രോബ്ലം തന്നെയാണ്. അത് ഒരിക്കലും എളുപ്പമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. വളരെ കഠിനമാണ്. അത് നമ്മൾ തരണം ചെയ്ത് എടുക്കണം. അതിനും പക്ഷെ ഇപ്പോ അഡ്വാൻസ്ഡ് മേഖലകളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നല്ല സ്റ്റിക്കർ എല്ലാം കൊടുത്ത് നല്ല ഫോട്ടോഷൂട്ട് എടുത്ത് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി ഓർഡർ കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.